ഞങ്ങൾ ചെയ്യുമ്പോഴും ഒരു whoever has come for the show has gone home happy irrespective of age. I'm proud to be part of this band because of that. ബാൻഡിലത്തെ എല്ലാ ആൾക്കാരും ഇപ്പോൾ 13 പേരുണ്ട് നമ്മുടെ ബാൻഡിൽ. 13 പേരിൽ ഒരാൾ സൗണ്ട് എഞ്ചിനീയർ ആണ്. ആ സൗണ്ട് എഞ്ചിനീയറിനടക്കം പാട്ടുണ്ടാക്കാൻ അറിയാം. ഗോവിന്ദാണ് ഇതിലൊരു ഞങ്ങൾ സ്പിയർ ഹെഡ് ചെയ്യണ ഒരു ആൾ ഗോവിന്ദാണ്. അവരുടെ ആ ഒരു ലീഡർഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അവരത് സമ്മതിക്കില്ലെങ്കിലും പക്ഷെ നമ്മൾ അവരൊക്കെ എടുത്തു വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു പണിയാണത്. വി ആർ ആക്ച്വലി ഓൺ ദ ബ്രിങ്ക് ഓഫ് ഡൂയിങ് ആൻ ആൽബം. ഇപ്രാവശ്യം നമ്മളൊരു പ്രോസസ്സ് ഇച്ചിരി വ്യത്യാസം ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ആൽബം ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഡെഡ് ലൈൻ വെച്ചിട്ടാണ് എപ്പോഴും വർക്ക് ചെയ്യുക. ഇപ്രാവശ്യം നമ്മൾ ആ ഡെഡ് ലൈൻ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ Hello, Namaskaram. This is RJ Hemant. Welcome to the show, and I have with me Ashok and Vipin. Welcome to South Side Story. Thank you. First of all, we Red FM and listeners are equally very curious, very excited to watch you guys again because ഇതിൻ്റെ തുടക്കം മുതൽ ഉള്ള ഒരു ടീമാണ്, ഒരു ബാൻഡാണ് നിങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് വാട്ട്സ് സോ സ്പെഷ്യൽ അബൌട്ട് സൗത്ത് സൈഡ് സ്റ്റോറി? നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഫസ്റ്റ് ഓഫ് ഓൾ സൗത്ത് സൈഡ് സ്റ്റോറി നമ്മൾ ആ തുടക്കം മുതൽ അവരുടെ ആ ഒരു ജസ്റ്റ് ഫോർ ബ്രിങ്ങിങ് ഔട്ട് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എസ്പെഷ്യലി ഫ്രം ദ സൗത്ത്, അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു പ്രോത്സാഹനമായിട്ട് ആദ്യം മുതലേ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഓഫ് കോഴ്സ് അവിടെ ചെല്ലുമ്പോൾ ഒരു ഫാമിലി ഗ്യാതറിങ് പോലെയാണ്. കാരണം നമുക്ക് പരിചയമുള്ള മിക്കവാറും ബാൻഡുകൾ ആണ് അവിടെ കാണുക. ഇപ്പം അകം ആണെന്നുണ്ടെങ്കിലും ഷോൺ റോൾട്ടൺ ആണെങ്കിലും അറിവ്, ഇങ്ങനത്തെയൊക്കെ ബാൻഡുകൾ മിക്കവാറും നമ്മൾ അവിടെ വെച്ചിട്ട് കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഗോയിങ് ബാക്ക് ഹോം ഫോർ എ വെക്കേഷൻ, അങ്ങനത്തെ ഒരു ഫീലാണ്. ഓഫ് കോഴ്സ് അവിടുത്തെ ഓർഗനൈസിങ്ങും എല്ലാ കാര്യങ്ങളും ഇറ്റ്സ് ഫൺ. ഐ എം ഫ്രം ഡൽഹി. ആക്ച്വലി ഞാൻ ഡൽഹിയിൽ പഠിച്ചത്. ഞാൻ ഇപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ലാസ്റ്റ് ഇയർ ഐ ഗെസ് ഏതൊരു സമയത്ത് തൈക്കുടത്തിൻ്റെ പെർഫോമൻസ് നടക്കുന്നുണ്ട്. ജസ്റ്റ് ബിഫോർ ഇറ്റ് വാസ് ഹെവിലി റെയിനിങ് അല്ലേ? അപ്പോൾ ഭയങ്കരമായിട്ട് സെറ്റൊക്കെ പോയി. അതിൻ്റെ ശേഷം അവർ അതിൻ്റെ ഇൻറ്റീരിയറിൽ അവർ പ്ലാൻ ചെയ്തു, നിഷ മാം പ്ലാൻ ചെയ്തു. ദാറ്റ് വെൻ വെരി വെൽ അല്ലേ? അല്ല, അത് ഫസ്റ്റ് ഓഫ് ഓൾ കൂഡോസ് ടു നിഷ. കാരണം ഞങ്ങളടക്കം പാനിക് ചെയ്തു. ഐ മീൻ ഓബ്വിയസ്ലി ഷോ ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ള രീതിയിലായിട്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പിന്നെ നമ്മൾ സ്റ്റേജൊക്കെ കെട്ടി വീഴാൻ ഞങ്ങളുടെ സൗണ്ട് ചെക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നേരത്താണ് മഴ പെട്ടെന്ന് കൂടി. അപ്പോൾ നമ്മൾ ആ സമയത്ത് തുടക്കത്തിലൊക്കെ നമ്മൾ ആ കൂടെ ഷോ നടക്കുമോ, സൗണ്ട് ചെക്ക് എന്തെങ്കിലും ചെയ്യാം, ഷോൻ്റെ സമയം ആകുമ്പോഴേക്കും ചിലപ്പോൾ തോരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നടക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് എല്ലാം കൂടെ കൈവിട്ട് പോയി. സ്റ്റേജ് പൊളിഞ്ഞ് വീണ് ലിറ്ററലി ലൈക്ക് 2 or 3 seconds നമ്മളെ സാധനങ്ങളെടുത്ത് മാറ്റി, ഗിഗിങ് ട്രാക്സൊക്കെ എടുത്ത് മാറ്റി സ്റ്റേജ് പൊളിയാണ്. അപ്പോൾ ആ നേരത്തെ അപ്പോൾ ഷോ എന്തായാലും നടക്കില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ആകെ ബംഡായിട്ടിരിക്കുകയാണ്, എന്ത് ചെയ്യും എന്നൊക്കെ ഇരിക്കുന്ന നേരത്ത് ഞങ്ങൾക്ക് കാണാം നിഷ അവിടെ എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങളുടെ മാനേജർ സുജിത്തേട്ടനും ലക്ഷ്മിയൊക്കെ കൂടെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ലേ നിഷ ചോദിച്ചു അകത്തേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വില്ലിങ് ആയിരിക്കുമോ? അപ്പോൾ ഞങ്ങൾ പിന്നെന്താ, ഞങ്ങൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ആദ്യം തന്നെ കണ്ടിരുന്നില്ല. അകം ഓൾസോ എഗ്രീഡ്. അന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അകവും നമ്മളുമായിരുന്നു ഉണ്ടായിരുന്നത്, 2 ബാൻഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ദാറ്റ് വാസ് ഐ തിങ്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഷോസ് ദാറ്റ് വി പ്ലേഡ്. കാരണം ആ എനർജി, ആ ആൾക്കാർ ഷോ ഇല്ല എന്ന് വിചാരിച്ചു കൊടുത്ത് പെട്ടെന്ന് ഷോ തിരിച്ചു വന്നു. ആൻഡ് ഇറ്റ് വാസ് എപ്പോഴും ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ ബാൻഡ്, എപ്പോഴും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ത്രില്ലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിയൻസ് എത്രത്തോളം അടുത്ത് വരുന്നു അത്രത്തോളം നമുക്ക്, അതായത് ആ ഒരു വൈബ് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സ്റ്റേജ് കഴിയണതിന് മുമ്പ് തന്നെ ഓഡിയൻസിൻ്റെ കൈ, അതായത് നമുക്ക് അവരെ തൊടാം, അവർക്ക് നമ്മളെ തൊടാം, അത്രയും അടുത്തായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് പ്ലാൻഡ് ഓർ എനിത്തിങ്. ഒരു പാർട്ടീഷൻ ഒന്നും വെക്കാനുള്ളൊരു സംഭവമൊന്നുമില്ല. അത് എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ഷോസ്. ആൻഡ് ഇറ്റ് വാസ് പാക്ഡ്. കാരണം അത്ര ആൾക്കാരെല്ലാവരും ഒരു ചെറിയ ഹാളിൻ്റെ അകത്ത് വന്നപ്പോഴും ശ്വാസം വിടാൻ സ്ഥലമില്ലായിരുന്നു. So what should we expect this time from Thaikudam Bridge? ദിസ് ടൈം നമ്മൾ അതായത് എനിക്ക് തോന്നുന്നു അവസാനം ഞങ്ങൾ ഇറങ്ങിയത് 2019. അത് കഴിഞ്ഞ് ഇപ്പോൾ 6ാമത്തെ കൊല്ലം ഓടിക്കൊണ്ടിരിക്കുക. നമ്മൾ ആക്ച്വലി പുതിയ ആൽബത്തിൻ്റെ ഒരു പണിപ്പുരയിലാണ്. അപ്പം നമ്മൾ അതിൻ്റെ പുതിയ പാട്ടുകൾ ഞങ്ങളൊന്നും പ്ലേ ചെയ്യൂല, പക്ഷേ യു ക്യാൻ ഹിയർ ഹിൻറ്റ്സ് ഓഫ് വാട്ട്സ് ഗോയിങ് ടു കം. കാരണം നമ്മളിപ്പോൾ പഴയ പാട്ടുകൾ തന്നെ വേറെ രീതിയിലൊക്കെ നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഹിൻറ്റ് കിട്ടും ഇപ്രാവശ്യം വരുമ്പോൾ. ഇപ്പോൾ നമ്മുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുക, നൊസ്റ്റാൾജിയ നമ ടു നവരസ, ഈ ഒരു ലോങ് ജേർണിയിൽ ഇറ്റ്സ് ബീൻ ഇയേഴ്സ് ഇൻ ദിസ് ഇൻഡസ്ട്രി, മ്യൂസിക് ഇൻഡസ്ട്രി.
ഹൗ യു ഗൈസ് ഹൗ ദ ബാൻഡ് ഇവോൾവ് ആൻഡ് ആ ഒരു കൾച്ചർ എങ്ങനെ മാറുന്നു, നിങ്ങളുടെ സൗണ്ടിങ് എത്രത്തോളം മെച്യൂർ ആവുന്നു, ഡേ ബൈ ഡേ എത്രത്തോളം അത് പ്രോഗ്രസ് വരുന്നു? വിപിൻ ഇസ് ബെറ്റർ ഫോർ ദിസ്, പക്ഷെ ഞാൻ തുടങ്ങാം. അതായത് മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ആർക്കായാലും ഒരു എവല്യൂഷൻ അത് നമ്മൾ അത്രയ്ക്ക് അഡമൻ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വരാണ്ടിരിക്കുകയുള്ളൂ. എവല്യൂഷൻ ഇസ് പാർട്ട് ഓഫ് ലൈഫ്. അത് നമ്മൾ ഗ്രോ ചെയ്യും, വേണമെന്ന് വെച്ചാലും ഇല്ലയെന്ന് വെച്ചാലും. അപ്പോൾ ആ ഒരു ഗ്രോത്ത് സ്വാഭാവികമായിട്ട് ബാൻഡിലത്തെ എല്ലാവർക്കും ഉണ്ട്. യു ക്യാൻ സീ ദാറ്റ് ഇൻ എവ്രി വൺ യു ക്യാൻ ഹിയർ ദാറ്റ് ഫ്രം എവ്രി വൺ ആക്ച്വലി. അപ്പോൾ വിപിൻ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. വിപിൻ തുടക്കത്തിൽ ഓപ്പൺ ത്രോട്ടിൽ പാടാൻ മടിച്ചിരുന്ന ഒരാളായിരുന്നു. പാടാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, പാടാൻ മടിച്ചിരുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പോൾ പുതിയ പല പാട്ടുകളിലും വിപിൻ, ഇപ്പം നമ്മൾ AR റഹ്മാൻ്റെ ട്രിബ്യൂട്ടിൽ രാസാത്തിയൊക്കെ വിപിൻ ശരിക്കും ഓപ്പൺ ത്രോട്ടിലാണ് പാടിയിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ എനിക്ക് തോന്നുന്നു ധൈര്യം വന്നിട്ടാണോ ധൈര്യം വരാനായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയണം. എന്തായാലും ആ ഒരു കമ്പൽഷൻ ഉണ്ട് ടു മൂവ് ഫോർവേഡ്, എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു എവല്യൂഷൻ എന്തായാലും ആ ചേഞ്ച് കാണാൻ പറ്റും ബാൻഡിലത്തെ എല്ലാവരിലും കാണാൻ പറ്റും. അല്ല, നമ്മൾ മ്യൂസിക് മോജോ ചെയ്ത സമയത്ത് നമ്മളൊരു ബാൻഡായിട്ട് തുടങ്ങിയതല്ലല്ലോ. നമ്മളൊരു ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നൊരു ജാമിങ്. ആ സമയത്ത് നൊസ്റ്റാൾജിക് എനിക്ക് തോന്നുന്നു അവസാന നിമിഷം നമ്മൾ 10 പാട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ തട്ടിക്കൂട്ടിയ പാട്ടുകളാണ്. നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട പാട്ടുകളെല്ലാം പുറത്തിണക്കിയിട്ട് അപ്പം അത് ഹിറ്റാവുമെന്ന്, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകണമെന്നൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ അങ്ങ് പാടിപ്പോയതാണ്. പിന്നെയാണ് നമ്മൾ ബാൻഡായിട്ട് ഒരു ബാൻഡ് കൾച്ചർ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മൾട്ടി ജോണർ ബാൻഡ് അങ്ങ് ആ ഒരു രീതിയിൽ ആലോചിക്കുന്നതിന് ശേഷമാണ്. അപ്പം അതിനനുസരിച്ച് ഒരു എവല്യൂഷൻ എന്തായാലും ഉണ്ടാവും. ഈ ഒരു എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഐ ഗെസ് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ പോലെ ഒരു ബാൻഡായിട്ട് നിങ്ങളാരും തോട്ട് ചെയ്തിട്ടില്ല. ഒരു മ്യൂസിക്കിന് ഒരു കോൺട്രിബ്യൂഷൻ എന്ന രീതിയിൽ നിങ്ങൾ തുടങ്ങി വെച്ചു. നൗ യു ഹാവ് ബീൻ പെർഫോംഡ് മോർ ദാൻ 25 countries, അല്ലേ? ഐ എം റൈറ്റ്? അപ്പോൾ അവിടുത്തെ ഓഡിയൻസ്, ഇന്റർനാഷണൽ ഓഡിയൻസ്, ഹൗ ദ റിയാക്ട് ടു മലയാളം സോങ്സ്, മലയാളം കമ്പോസിഷൻസ്? ഇപ്പോൾ ഒരു ബുദ്ധിജീവി ആൻസറായിട്ട് തോന്നുമായിരിക്കും ആൾക്കാർക്ക്. പക്ഷേ ശരിക്കും സംഗീതത്തിന് ഒരു ലാംഗ്വേജ് ഇല്ല. ഇപ്പോൾ ചെറുപ്പം മുതലേ ഞാൻ സംഗീതമൊക്കെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ റഷ്യൻ പാട്ടുകളായാലും സ്പാനിഷ് പാട്ടുകളായാലും, ഇപ്പോൾ പഴയ റിക്കി മാർട്ടിൻ്റെ Un Dos Tres എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു, മറിയ. അത് നമ്മൾ അർത്ഥം അറിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ആസ്വദിക്കണം. അത് ആ ഒരു കൾച്ചർ എല്ലാവർക്കും ഉണ്ട്. സൗണ്ട് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 things, മ്യൂസിക് ആൻഡ് നോയ്സ്. അതാണ് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം അതാണ്. അപ്പോൾ ഇഫ് ഇറ്റ്സ് മ്യൂസിക് യു ക്യാൻ എൻജോയ് ഇറ്റ്. ആൻഡ് ബേസിക്കലി മ്യൂസിക് ഈസ് സംതിങ് വിച്ച് ഹാസ് എ റിതമിക് എക്സ്പ്രഷൻ. അതായത് ഇഫ് ഇറ്റ് മേക്സ് ബോഡി പാർട്ട് ഡാൻസ്, ഇറ്റ് ഈസ് മ്യൂസിക്. അത് നമുക്ക് ചിലപ്പോൾ താളം എന്നുള്ള രീതിയിലായിരിക്കും, താളം ഡാൻസ് ആയിട്ട് പലരും കാണില്ലെങ്കിലും താളവും ഡാൻസാണ് ആക്ച്വലി. യുവർ ബോഡി ഈസ് ഡാൻസിങ്. അപ്പോൾ അതിന് ആക്ച്വലി ഭാഷ ഈ ജോണർ എന്ന് പറയണ പോലെ തന്നെ മാർക്കറ്റിങ്ങുകാർ ഫോർ മാർക്കറ്റിംഗ് പേർപ്പസ് ഉണ്ടാക്കിയിട്ടുള്ളൊരു ലാംഗ്വേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ആക്ച്വലി മ്യൂസിക് ക്യാൻ ബി എൻജോയ്ഡ് ബൈ എനിത്തിങ്. നമ്മളിപ്പോൾ ഒരു റഷ്യൻ പാട്ടാണ് അതുകൊണ്ട് ഞാൻ കേൾക്കൂല എന്ന് നമ്മൾ ഒരിക്കലും പറയില്ലല്ലോ. യു ഹാവ് എനി മെമ്മറബിൾ പെർഫോമൻസസ്, ലൈവ് പെർഫോമൻസസ് ഇന്റർനാഷണൽ നടന്നിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് ഇപ്പോഴും ഓർത്ത് വെക്കുന്നത് ഓക്കെ ദാറ്റ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ്? സമ്മർ ഫെസ്റ്റിലൊരു ആക്ച്വലി ഒരു ആദ്യമായിട്ട് പ്ലേ ചെയ്തപ്പോൾ നമ്മൾ 2 പ്രാവശ്യം പ്ലേ ചെയ്തു. ആദ്യമായിട്ട് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ, അപ്പോൾ സമ്മർ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫുട്ഫോൾ വരുന്ന ഫെസ്റ്റിവലാണ്. 2 ലക്ഷം പേരിൽ ആൾക്കാർ കൂടുതൽ ഫുട്ഫോൾ വരുന്ന ഒരു ഫെസ്റ്റിവലാണ്. 10 ദിവസമല്ലേ? 10 ദിവസമുണ്ട്. 9 ദിവസം വലിയ ഫെസ്റ്റിവൽ. എല്ലാ സ്റ്റേജിലും ഈസിലി ഒരു 10,000 to 15,000 ആൾക്കാരെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും. ഫുഡ് ആൻഡ് ബെവറേജസ് എല്ലാം വേറെ തന്നെ ഒരു ലീഗിലാണ് ഫെസ്റ്റിവൽ നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾ തൈക്കുടം ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ബാൻഡ് ഇന്ത്യയിൽ നിന്ന് വരുന്നു. അപ്പോൾ അധികം ആൾക്കാർക്കൊന്നും അറിഞ്ഞൂടാ. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ തന്നെ നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ മലയാളികൾ കുറേ പേര്, എനിക്ക് തോന്നുന്നു 50 മലയാളികൾ ആദ്യം തന്നെ മുന്നിൽ വന്ന് നമ്മുടെ ടീഷർട്ടൊക്കെ ഇട്ട് അങ്ങനത്തെയൊക്കെ. അപ്പം അതൊരു ബൂസ്റ്റായിരുന്നു. പക്ഷെ അത്രേ ഉള്ളൂ, വേറെ ആൾക്കാരൊന്നുമില്ല. ബാക്കി ഫുൾ. അപ്പം യു ക്യാൻ ഇമാജിൻ ഒരു 10,000 ആൾക്കാർ കപ്പാസിറ്റി ഉള്ളതുപോലെ 50 ആൾക്കാർ മാത്രം മുന്നിൽ വരിക, ബാക്കി ഫുൾ കാലിയ. പിന്നെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട് മുന്നിൽ കൂടെയൊക്കെ. ഒരു റോഡ് പോലെ, ആ റോഡിൻ്റെ 2 സൈഡിലുമായിട്ട് സ്റ്റേജുകൾ ഉണ്ട്.
നമ്മൾ നവരസം പ്ലേ ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യത്തെ പാട്ട് നവരസ പ്ലേ ചെയ്യണം. നവരസം പ്ലേ ചെയ്ത് CK പാടി ഒരു പകുതി പാട്ട് എത്തിയപ്പോഴും ഞാൻ നോക്കുമ്പോഴതിന് ഏകദേശം മുക്കാൽക്കായി. അതായത് എല്ലാം വെള്ളക്കാരാണ്. അപ്പോൾ ആദ്യം വായിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ നോക്കും, അതിനായിട്ട് വായിച്ച് നമ്മൾ അതിലേക്ക് പോവുമല്ലോ. നമ്മൾ ബാൻഡിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കും, വായനയിൽ ശ്രദ്ധിക്കും, പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാട്ട് കഴിയുമ്പോൾ നോക്കുമ്പോൾ ഫുള്ളാണ്. അതായത് ഫുൾ ആൾക്കാരായി, ആ ഫുൾ എപ്ലോസാണ്. എല്ലാവരും കഴിഞ്ഞിട്ടുള്ള ആ ഒരു എപ്ലോസും അതൊരു എപ്പോഴും രോമാഞ്ചം വരുന്നുണ്ട് പറയുമ്പോൾ അതൊരു ഫീലിംഗ് ആയിരുന്നു. ഒരു റാൻഡം ചോദ്യം കേട്ടോ, യു ക്യാൻ ആൻസർ ദാറ്റ്. ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ഓർ ജസ്റ്റ് മാനിഫെസ്റ്റ് ദാറ്റ് ലൈക്ക് ആഫ്റ്റർ ഇയേഴ്സ് ഓർ മേ ബി സൂൺ നെറ്റ്ഫ്ലിക്സിൽ ഒരു ഡോക്യുമെൻ്ററി വരിക അബൌട്ട് തൈക്കുടം റിച്ച്. എങ്ങനെയായിരിക്കണം, എന്തായിരിക്കും ദാറ്റ് ജോണർ, എന്തായിരിക്കണം, അപ്പോൾ അത് എന്തായിരിക്കും അതിൻ്റെ ടൈറ്റിൽ? വാട്ട് യു തിങ്ക്? അതൊരു ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. കാരണം അതാണ് ഇത് ഒരു നമ്മളുടെ ബാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് പ്ലാൻഡ്, ആക്സിഡൻ്റൽ ഒരു ബാൻഡ് ആയതുകൊണ്ട് തന്നെ എങ്ങനത്തെ ടൈപ്പ് പാട്ട് ചെയ്യണം, എങ്ങനത്തെ ആൾക്കാർ വേണം എന്നുള്ളതൊന്നും പ്ലാൻഡ് അല്ല. നമ്മൾ കുറേ ആൾക്കാർ, പരിചയമുള്ള കുറേ പേര് ഒരുമിച്ച് വന്ന് നമ്മൾ ചെയ്തതാണ്. അന്ന് 17 പേരുണ്ടായിരുന്നു. ഈ 17 പേർക്കും വേറെ പരിപാടികളുണ്ട്. എല്ലാവരും വേറെ വേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. മ്യൂസിക്കിൽ തന്നെയാണ്. എവറിബഡി ഈസ് ഇൻ മ്യൂസിക് ഓൺലി, ഡൂയിങ് പ്രൊഫഷണൽ മ്യൂസിക് തിങ്സ് ബട്ട് ഡിഫറെൻറ്റ് തിങ്സ്. അവിടെ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് എല്ലാവരും കൂടെ ജോയിൻ ചെയ്തതായിരുന്നു. അപ്പോൾ ഈ 17 പേർക്കും 17 ബാക്ക്ഗ്രൗണ്ട്സാണ്. 17 പേരും 17 തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ചൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും അതാണ് വേറൊരു കാര്യം. എല്ലാവർക്കും അപ്പുറത്തും ഇപ്പുറത്തെയും ജോണേഴ്സ് കേൾക്കുന്ന, അപ്പോൾ CK കേൾക്കണ എല്ലാ പാട്ടുകളും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്, ഞാൻ കേൾക്കുന്ന പാട്ടുകൾ CKയും ബഹുമാനിക്കുന്നുണ്ട്. ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യും ഞങ്ങളുടെ പ്ലേലിസ്റ്റുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കും. അതുകൊണ്ട് തന്നെ ഒരു ജോണർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗിൽറ്റ് അടിക്കും. കാരണം എനിക്ക് എൻ്റെ ജോണർ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം വേറൊരാളുടെ ജോണറിൻ്റെ മുകളിൽ കൂടെയാണ് ഇത് വരാൻ. സോ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് മ്യൂസിക് ഫോർ us. അതൊരു ജോണർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ പറയാൻ പറ്റൂല. ഓക്കെ, റൈറ്റ്. അതിലിപ്പോൾ ഒരു ഈ പറയുന്ന ഈ ഡോക്യുമെന്റേഷൻ ഐ തിങ്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സമ്മർ ഫെസ്റ്റോ അല്ലെങ്കിൽ സൗത്ത് സ്റ്റോറിയുടെ ഡൽഹി ഷോസ് ഒക്കെ എന്തായാലും ഇൻക്ലൂഡഡ് ആയിരിക്കാം. പിന്നെ തീർച്ചയായും അല്ലേ? എന്താ സംശയം അതിൽ? അത് ഞങ്ങളുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ഷോസ് ഞങ്ങൾ ചെയ്യുമ്പോഴും ഒരു അറ്റ്ലീസ്റ്റ് ഹൂഎവർ ഹാസ് കം ഫോർ ദ ഷോ ഹാസ് ഗോൺ ഹോം ഹാപ്പി എന്നുള്ളൊരു സംഭവമാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ്. അതെ, ഐ മീൻ ഐ എം പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് ബാൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ്. കാരണം അതിൽ ഞങ്ങളിപ്പോൾ ഒരു 15 പാട്ടൊരു സെറ്റ് ലിസ്റ്റിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോഴേതിനും ഐ എം കോൺഫിഡൻറ്റ് ദറ്റ് അറ്റ്ലീസ്റ്റ് വൺ സോങ് ഇസ് ഗോയിങ് ടു ഹിറ്റ് യു ഹാർഡ്. അവിടെ പറയുകയാണെങ്കിൽ ആക്സിഡൻ്റൽ ബാൻഡ് എന്ന് പറഞ്ഞോടെ ഐ വാണ്ട് ടു ആഡ് ദാറ്റ് ആക്സിഡൻ്റൽ ആന്തം ഫിഷ് റോക്ക്. വാസ് ഇറ്റ് പ്ലാൻഡ് അബൌട്ട് ലൈക്ക് എന്തായാലും നിങ്ങൾ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്തോ വി നോട്ട് പ്ലാൻ ദാറ്റ് മച്ച് ഇത് നാളെ പോയിട്ട് ഒരു ഹിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പീപ്പിൾ വിൽ സെലിബ്രേറ്റ് ഇറ്റ് ലൈക്ക് എനിത്തിങ് എൽസ് എന്നുള്ളൊരു സാധനം ഉണ്ടാവില്ല. ബട്ട് ഇവൻച്വലി അത് ഭയങ്കരമായിട്ട് ഹിറ്റായി. അതിൻ്റെ ഒരു റെക്കോർഡിങ് സമയത്തുണ്ടായ ഒരു മൂഡ് എന്തായിരുന്നു? ഇത് ഗോവിന്ദ് ചെയ്തിട്ടുള്ള സംഭവമായിരുന്നു. ഗോവിന്ദിൻ്റെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഗോവിന്ദാണ് പാട്ട് ട്യൂൺ ചെയ്തത്. ധന്യ ചേച്ചി, ഗോവിന്ദൻ്റെ ചേച്ചിയാണ് അതിൻ്റെ ലിറിക്സ് എഴുതിയിട്ടുള്ളത്. കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു അതിലത്തെ കോറസ് ഗോവിന്ദ് ഓൾറെഡി ഏറെക്കുറെയൊക്കെ അവൻ അയിലമത്തി ചൂര എന്നൊക്കെ അവൻ തന്നെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അറ്റ്ലീസ്റ്റ് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ബോജോന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് വരുമ്പോൾ ഇവൻ നമ്മൾ അതിൻ്റെ ഒരു റഫ് സ്കെച്ച് കേൾപ്പിക്കുകയാണ് ചെയ്യണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അറ്റ്ലീസ്റ്റ് തോന്നിയായിരുന്നു അത് ഇറ്റ് ഹാസ് പൊട്ടൻഷ്യൽ. പക്ഷേ സി വിത്ത് ദി എക്സ്പീരിയൻസ് ദാറ്റ് ഐ ഹവ് ഹാഡ്, ഞാൻ കുറച്ച് ഞങ്ങളെല്ലാവരും കുറച്ചാൾ സിനിമയിലും ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇതെങ്ങനെയാണ് ഇതിൻ്റെ റിസപ്ഷൻ എന്നുള്ളത്. നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതിനൊരു ഭാവി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും, പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അങ്ങനെ വിചാരിച്ച പല പാട്ടുകളും ആരും അറിയാണ്ട് തേഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ പാട്ടോ എന്ന് വിചാരിച്ച് നമുക്ക് ഭയങ്കര ഹിറ്റും ആയിട്ടുണ്ട്. ആ സമയത്ത് അറിയപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ പാട്ടുകൾ ഹിറ്റാവുള്ളൂ. ആ സമയത്തൊക്കെ ബാൻഡ് കൺസെപ്റ്റ് ഒക്കെ വളരെ ഇല്ല കേരളത്തിൽ. അതൊരു അണ്ടർഗ്രൗണ്ട് മൂവ്മെൻ്റ് ആണ്. അവിയൽ, മദർ ജെയിൻ 1380 എന്നുള്ളതൊക്കെ ഒരു അണ്ടർഗ്രൗണ്ട് മൂവ്മെൻ്റ് ആണ്. അത് നമുക്കിപ്പോൾ പുറത്തു പോയിട്ട് ഇപ്പോൾ ഒരു ഇന്നത്തെ ഇപ്പോൾ നമ്മൾ ആരുടെ പറയുക, ബിജിച്ചേട്ടൻ്റെ ഒരു പാട്ട്, ബിജിച്ചേട്ടനെ നമ്മൾ ഒരു ജംഗ്ഷനിൽ നമ്മൾ ബിജിച്ചേട്ടൻ്റെ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാത്ത ആൾക്കാർ കുറവായിരിക്കും.
അതുപോലെയല്ല അവിയലിൻ്റെ ഒരു നമ്മൾ ഫസ്റ്റ് ആൽബത്തിലത്തെ പാട്ട് നമ്മൾ അന്നൊരു ജംഗ്ഷനിൽ വയ്ക്കുമ്പോഴേ അത് കേട്ടിട്ടുള്ള ആൾക്കാർ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതിൽ ഉണ്ടാവും, പക്ഷെ അത് കുറവായിരിക്കും, ആ പെർസെൻറ്റേജ് കുറവായിരിക്കും. ആ സമയത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇൻഡിപെൻഡൻറ്റ് ഇതിൽ വന്നിട്ടുള്ള ഒരു പാട്ട് കയറി ഇങ്ങനെ ക്ലിക്ക് ആവുന്നുള്ളത്. അതും അന്ന് കവേഴ്സിൻ്റെ, അന്ന് മാത്രമല്ല ഇന്നും കവേഴ്സിൻ്റെ ഒരു കാലമാണല്ലോ. ഒറിജിനൽ മ്യൂസിക് വരിക, അതും ഒരു അൺനോൺ ആർട്ടിസ്റ്റിൻ്റെ ഹിറ്റ് ആവുക എന്നുള്ളത്. പിന്നെ വീഡിയോയും ഇല്ലല്ലോ, നമ്മൾ ജസ്റ്റ് പെർഫോമിങ് വീഡിയോ അല്ലേ. ലൈവിൽ കുറെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, ലൈവ് കോൺസേർട്സിൽ ഫിഷ് റോക്ക് അല്ല എപ്പോഴും ലാസ്റ്റ് സോങ് നിങ്ങൾ, ഞാൻ തന്നെ കേട്ടിട്ട് 2-3 കോൺസേർട്ടിൽ ഏറ്റവും ലാസ്റ്റ് സോങ് ലൈക്ക് വി വർ ലൈക്ക് ഈഗർലി വെയിറ്റിംഗ് ഫോർ ദിസ് സോങ്. ഓക്കെ, ദിസ് സോങ് കമ്മിങ് അപ്പ്. അല്ലെങ്കിൽ അവർ വീട്ടിൽ പോകും കേട്ടിട്ട്. മേക്കിങ്ങിൽ ചോദിക്കുകയാണ്, ഹൗ ഡു ദ ബാൻഡ് വർക്ക് റൈറ്റ് നൗ? ലൈക്ക് മോർ ഓവർ ഒരു ട്രഡീഷണൽ മ്യൂസിക് ആണോ, അത് കളക്റ്റീവ്ലി മ്യൂസിക് കളക്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണോ? ഹൗ ഡു ദ മ്യൂസിക് ബാൻഡ് ദ ട്രൈക്കൂഡം ബ്രിഡ്ജ് വർക്ക് റൈറ്റ് നൗ? അത് കെയോട്ടിക്കാണ്. കാരണം തിങ് ഇസ് ലൈക്ക് ഇപ്പോൾ വിപിൻ നന്നായിട്ട് പാട്ടുണ്ടാക്കാൻ കഴിവുള്ള ഒരാളാണ്, ഗോവിന്ദ് അതേപോലെ തന്നെ പാട്ടുണ്ടാക്കുന്ന ആളാണ്, മിഥുൻ ചേട്ടൻ ബാൻഡിലത്തെ, അശോക്, ഞാനും അത്യാവശ്യം പാട്ടൊക്കെ അതായത് പറഞ്ഞു തന്നെ. അതായത് ബാൻഡിലത്തെ എല്ലാ ആൾക്കാരും ഇപ്പോൾ 13 പേരുണ്ട് നമ്മുടെ ബാൻഡിൽ. 13 പേരിൽ ഒരാൾ സൗണ്ട് എഞ്ചിനീയറാണ്. ആ സൗണ്ട് എഞ്ചിനീയറിനടക്കം പാട്ടുണ്ടാക്കാൻ അറിയാം. ഞങ്ങൾ 13 പേർക്കും പാട്ടുണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഇച്ചിരി കെയോട്ടിക് ആവും കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഞങ്ങളെല്ലാവരും അത്യാവശ്യം ഇൻട്രോവേർട്സ് ആണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സാധനം എടുത്ത് മുന്നിലേക്ക് വയ്ക്കാൻ എല്ലാവർക്കും മടിയുള്ള സംഭവം. എങ്ങനെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് ഒരു ലക്കിൻ്റെ പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഗോവിന്ദാണ് ഇതിലൊരു ഞങ്ങൾ സ്പിയർ ഹെഡ് ചെയ്യണ ഒരു ആൾ ഗോവിന്ദാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. ഗോവിന്ദും മിഥുൻ ചേട്ടനും ആക്ച്വലി. അപ്പോൾ അവരുടെ ആ ഒരു ലീഡർഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അവരത് സമ്മതിക്കില്ലെങ്കിലും പക്ഷെ നമ്മളവരൊക്കെ എടുത്തു വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു പണിയാണത് ചെയ്തോ എന്നുള്ള രീതിയിലായിട്ട്. പിന്നെ അതങ്ങനെയാണ് അത് പോണത്. അത് ഒരു സെഡ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ല. കാരണം അത് ഓരോ പ്രാവശ്യവും ഓരോ കാര്യം. സീക്ക് ചെയ്തിട്ടുള്ള പാട്ടുകൾ നമ്മയിലുണ്ട്, ഇപ്പം ഞാൻ ചെയ്തൊരു പാട്ടുണ്ട് നമ്മയിൽ. അങ്ങനെ പലരും ചെയ്ത പാട്ടുകൾ കറങ്ങി തിരിഞ്ഞൊക്കെ വരും. അതുകൊണ്ട് ഒരു ഫോർമുലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റൂല. ഈ ഭയങ്കര ക്യൂരിയസ് ആണ്, ബിക്കോസ് ഈ 13 അല്ലെങ്കിൽ ഇത്രയും ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ഒരു കൂട്ടം, എല്ലാവർക്കും എല്ലാ പണികളും നല്ല വൃത്തിയായിട്ട് അറിയാവുന്ന ഒരാൾക്കാർ, ഈവൻ എല്ലാവർക്കും കോമൺലി പാട്ടുണ്ടാക്കാൻ ദേ ലവ് ടു മേക്ക് സോങ്സ്. ഈ കളക്റ്റീവ് ഗ്രൂപ്പ് എങ്ങനെയാണ് ഫോം ചെയ്തത്? നിങ്ങൾ എവിടെ നിന്നാണ് ശരിക്കും ഫോം ആയത്? ആക്ച്വലി 13 വിയാൻ ഇൻട്രോവേർട്ട് അല്ല, ബാക്കി 12 പേര് ഇൻട്രോവേർട്സ് ആണ്. ഒരാൾ മാത്രം ഭാഗ്യത്തിൽ സ്റ്റേജിൽ ഇൻട്രോവേർട്ട് അല്ല. അതെ, അല്ലെങ്കിൽ പുറത്ത് എന്നാലും അവനെ ഇൻട്രോവേർട്ട് എന്ന് പറയാൻ പറ്റില്ല. അവന് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒന്നിച്ചുണ്ടായതെന്ന് പറഞ്ഞാൽ മ്യൂസിക് മോച്ചിന് വേണ്ടിയിട്ട് ഉണ്ടായതാണ്. ശരി, സിദ്ധുവിന് പോർട്ട്ഫോളിയോ സെറ്റാക്കാൻ വേണ്ടിയിട്ട് സിദ്ധുവും ഗോവിന്ദും കൂടെ പ്ലാൻ ചെയ്ത സംഭവമായിരുന്നു. അവർ ആദ്യം ഒരു പാട്ടായിരുന്നു, ഒരു പാട്ട് നടക്കൂല, 5 പാട്ട് വേണമെന്ന് പറഞ്ഞു. 5 പാട്ടാക്കി, പകുതി എപ്പിസോഡ് ആക്കാമെന്ന് പറഞ്ഞു, 5 പാട്ടാക്കി. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് 10 പാട്ടാക്കാമെന്ന് പറഞ്ഞിട്ട് 10 പാട്ടാക്കി. അങ്ങനെ വന്നിട്ടുള്ളൊരു സംഭവമാണ്. ഈ 13 പേരും എങ്ങനെയാണ്? നല്ല ഫുഡീസ് ആണ് ആൾക്കാർ? ആയിരുന്നു, ഞാനിപ്പോഴും ആണ് കേട്ടോ, കാണുമ്പോൾ അറിയാലോ. പണ്ടൊക്കെ ഗോവിന്ദൊക്കെ എനിക്ക് 10-20 മത്തിയൊക്കെ ഒറ്റയിരിപ്പിന് കഴിക്കായിരുന്നു. നമ്മൾ കണ്ണൂർ പോകുന്ന വഴി ഒരു കടയിൽ കയറിയപ്പോൾ അവിടുത്തെ മൊത്തം മത്തി ഒരുമിച്ച് തീർത്തു. ഈ സൗത്ത് സൈഡ് വെന്യൂവിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏറ്റവും പ്രിഫർ ചെയ്യുന്ന ഫുഡ് എന്തായിരിക്കും? സദ്യ അടിപൊളിയാണല്ലോ. സദ്യ പൊളിയാണ്. ഇപ്പോൾ പഴയ പോലെ കല്യാണങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല, അതുകൊണ്ട് സൗത്ത് സൈഡ് സ്റ്റോറി വരുമ്പോഴാണ് ഒരു സദ്യ കഴിക്കുന്നത്. ഇപ്പൊ കറന്റ്ലി ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു പുതിയ എക്സ്പെരിമെന്റൽ പ്രോജക്റ്റ് ആണോ, അല്ലെങ്കിൽ ഒരു ആൽബം ആണോ? ഇപ്പൊ എന്താണ് വാട്ട് തൈക്കൂടം ബ്രിഡ്ജ് ഈസ് ഡൂയിങ് റൈറ്റ് നൗ? വി ആർ ആക്ച്വലി ഓൺ ദ ബ്രിങ്ക് ഓഫ് ഡൂയിങ് ആൻ ആൽബം. പക്ഷേ നമ്മളത് ഇപ്രാവശ്യം നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു പ്രോസസ്സ് ഇച്ചിരി വ്യത്യാസം ആയിട്ടാണ് ചെയ്യണത്. മറ്റേത് നമ്മളെപ്പോഴും നമ്മൾ ആൽബം ചെയ്യുമ്പോഴോ ഇച്ചിരി മടിയന്മാരായതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ഡെഡ് ലൈൻ വെച്ചിട്ടാണ് എപ്പോഴും വർക്ക് ചെയ്യുക. ഇപ്രാവശ്യം നമ്മൾ ആ ഡെഡ് ലൈൻ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കാരണം നമുക്ക് പലപ്പോഴും പല കോംപ്രമൈസുകളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആൽബം ചെയ്ത് വരുമ്പോൾ. ഇപ്രാവശ്യം ആ കോംപ്രമൈസസ് ഇല്ലാണ്ട് നമുക്ക്, സിൻസ് വി ക്യാൻ എഫോർഡ് ഇറ്റ്, നമുക്ക് ആ കോംപ്രമൈസ് ഇല്ലാണ്ട് ഇപ്പോൾ ആസ് യു സെഡ് 2 ആൽബംസ് നവരസം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ
അറ്റ്ലീസ്റ്റ് പീപ്പിൾ ആർ ലൈക്കിങ് വാട്ട് വി ആർ ഡൂയിങ് എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോഴതിനും നമുക്ക് ഓണസ്റ്റായിട്ട് നമ്മളെന്താണ് ഇൻസെപ്ഷൻ ഉണ്ടായ ഒരു സംഭവം, ആ ഒരു ഐഡിയ നമുക്ക് അങ്ങനെ തന്നെ എത്രത്തോളം ഓണസ്റ്റായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതിന് വേണ്ടിയുള്ള ഒരു സെർച്ചാണ് ഇപ്രാവശ്യത്തെ ആൽബം. Can we make him sing a song, please? ഭാവതി സാരതി ധ്യാന നിമീലിതാർദ്ര പുണ്യം ദീപ്തം വിശിഷ്ടം വികൽപം ദീനതാളം മേവും രാഗം കേട്ടുമാഞ്ഞു ഛായാരൂപം കോലം മാറും നാട്യശീലിൻ ചാരമേന്തി കരിവേഷമാടി അപാര ഭാവതിസാര തീരെ ധ്യാന നിമീലിതാർദ്ര പുണ്യം ദീപ്തം വിശിഷ്ടം വികൽപം. It's gonna be real because few minutes of Navarasa without the music എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാറില്ലേ. ഈ കോമ്പോസിഷൻസിൽ ഇപ്പോൾ ബാൻഡ് ഇവോൾവ് ചെയ്തുള്ള കോമ്പോസിഷൻസ് അല്ലാണ്ട് ഇപ്പോൾ സിനിമ ഇപ്പോൾ ഹരം ചെയ്ത സമയത്തൊക്കെ ആ സമയത്ത് നിങ്ങളുടെ ഒരു വർക്കിംഗ് പ്രൊസീജിയർ എങ്ങനെയാണ്? അയ്യോ, അതും കെയോസ് ആയിരുന്നു. കാരണം ഈവൻ അതൊക്കെ എങ്ങനെയൊക്കെയോ ആയിപ്പോയ സംഭവം. കാരണം ഗോവിന്ദ് വന്ന് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഈ ഒറ്റയാൾ മറ്റേ പട്ടാളം സംഭവമാണ്. എല്ലാവർക്കും ഒറ്റയ്ക്ക് വർക്ക് ചെയ്താണ് കൂടുതൽ ശരിയുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സോൾജർ എന്നുള്ള രീതിയിലായിട്ട് വേറൊരാൾ പറയണം ഇത് ചെയ്യും, അപ്പോൾ അത് ചെയ്യാം. ബാൻഡായിട്ടുള്ളൊരു രീതിയിൽ അന്ന് വർക്ക് ചെയ്ത് തുടക്കത്തിലൊക്കെ തകിട് പൊടിയാവുകയായിരുന്നു. അവസാനം എന്തൊക്കെയോ ചെയ്തിട്ടാണ് അവസാനം പാട്ട് കൊടുത്തത്. അന്ന് വീട്ടിൽ പോയിട്ട് ജാം ചെയ്തൊക്കെ ഓർമ്മയുണ്ടോ? ഒയ്യോ, അത് കാരണം നമ്മൾ യൂസ്ഡ് അല്ലായിരുന്നു അങ്ങനത്തെ ഒരു രീതിയിൽ പോയി. ഇപ്പം ഞാൻ ഗിറ്റാറാണ് വായിക്കണമെന്നുണ്ടെങ്കിലും എപ്പോഴും എൻ്റെ റോൾ ഒരു ഗിറ്റാറിസ്റ്റ് എന്നുള്ള രീതിയിലല്ല, ഒരു കമ്പോസിങ് നടന്നുകൊണ്ടിരിക്കണമായിരുന്നു. ചിലപ്പോൾ എൻ്റെ ഇൻപുട്സ് ഒരു റിതമിക് സൈഡിലായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പറയാം അവിടെ ഒരു ഹാർമോണി. അതേപോലെ തന്നെയാണ് എല്ലാവർക്കും എന്തെങ്കിലും ഐഡിയ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ബാൻഡ് കമ്പോസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആണെങ്കിൽ എല്ലാവർക്കും അവരുടെ റോൾ അറിയുക എന്നുള്ളതാണ്. ഇത് നമുക്ക് എല്ലാ റോളും ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് നമുക്ക് ഏത് റോളാണ് ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ളത് അറിഞ്ഞുകൂടാ. ശരിക്കും പിള്ളേരെ സ്കൂളിൽ വിട്ട പോലത്തെ ഒരു എഫക്റ്റ് ആയിരുന്നു അന്ന്. ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ ചിരിക്കും. അന്ന് പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരൊക്കെ അവിടെ ഇരുന്നിട്ട് തല ചൊറിയുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ആയി പോയി. ഇപ്പോൾ സൗത്ത് സ്റ്റോറിയുടെ ഇത്രയും പെർഫോമൻസ് നടത്തുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് പ്രിറ്റി ഹാർഡ് ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. എന്നാലും ഒരു ഫേവറേറ്റ് വെന്യൂ, ഇത് ഡൽഹി, മുംബൈ ആൻഡ് ദ റെസ്പോൺസസ് എന്തായിരുന്നു? എനിക്ക് ഡൽഹിയിലത്തെ ആ ഷോ നടക്കാണ്ട് പോയിട്ട് ഷോ നടന്ന ആ ഇൻഡോർ വെന്യൂ എനിക്ക് ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ടാണ്. പിന്നെ ഓഫ് കോഴ്സ് മുംബൈയിൽ ഉള്ള വെന്യൂവിനൊരു ഒരു സംതിങ് റൊമാൻറ്റിക് അബൌട്ട് ദാറ്റ് പ്ലേസ്. കാരണം അതൊരു റസ്റ്റിക് ലുക്കൊക്കെ ഉള്ളൊരു, എനിക്ക് ശരിക്കും യൂട്യൂബിൻ്റെ ഒക്കെ ഏതോ ഒരു വീഡിയോയിൽ നിന്ന് പ്ലേ ചെയ്യണ പോലെ തോന്നുന്നു. എല്ലാ ദിവസവും സൗണ്ട് ചെക്കിന് അവിടെ പോകുമ്പോൾ എനിക്കെപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. എല്ലാ വെന്യൂസിനും അതിൻ്റെതായിട്ടുള്ളൊരു ഇതുണ്ടാവും. അതുകൊണ്ട് ഒരെണ്ണം പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിനക്ക് പറ്റുമോ? ബോംബെ തന്നെ. സൗണ്ടിങ്ങും കുറച്ചുകൂടി അതെ, അതുണ്ട്. സ്ഥലവും കുറച്ചുകൂടി നല്ലതായിരുന്നു. സോ SSSൻ്റെ സൗത്ത് സൈഡ് സ്റ്റോറിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. South Side Story is all about celebrating the South. What does South Indian identity mean to Thaikudam Rich, musically and culturally? മ്യൂസിക്കലി എനിക്ക് മൃദംഗം വരും ഭയങ്കരമായിട്ട്. യേശുദാസ്, ബീഫ് ഫ്രൈ.
ഹാസ് ബീൻ ലൈക്ക് യു ബീൻ റൂട്ടഡ് ടു കേരള. അപ്പോൾ ഈ മ്യൂസിക് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കേരളത്തിലെ സോഷ്യലി അല്ലെങ്കിൽ സോണിക്കലി, റിലിക്കലി ഓർ ഫിലോസഫിക്കലി? ഐ വുഡ് ലൈക്ക് ടു തിങ്ക് ഓഫ് മൈ സെൽഫ് ആസ് എ വേൾഡ് സിറ്റിസൺ. അതുകൊണ്ട് എനിക്ക് എൻ്റെ കേരളമായിട്ട് നിന്ന് മാത്രമായിട്ട് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് എല്ലായിടത്തും യാത്ര ചെയ്യണം, എല്ലായിടത്തെ ആളായിട്ട് കാണപ്പെടണം എന്നാണ് ആഗ്രഹം. ഇനി സക്സസ് സ്റ്റോറി വെന്യൂവിൽ സെർവ് ചെയ്യപ്പെടേണ്ട ഒരു കേരള ഡിഷ് എന്തായിരിക്കണം? ബീഫ് ഫ്രൈ. ബീഫ് റോസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ബീഫ് റോസ്റ്റ് ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. What was one thing you love seeing Success Story beside music that makes you feel home? Could be food, audience vibe, stage setup. സെറ്റ് സാരി അധികം കാണാൻ കിട്ടാറില്ല. അവിടെ പോകുമ്പോൾ കുറച്ചുകൂടി സെറ്റ് സാരി കാണാൻ പറ്റും. North Indians wearing set sari? എനിബഡി സെറ്റ് സാരി ഈസ് എ വെരി നൈസ്. അല്ല, അതൊരു വെറൈറ്റി ആണ്. അതെ, അത് എപ്പോഴും കാണാൻ പറ്റുന്ന ഇന്ത്യൻസ് സാരി. അതെ അതെ. അല്ല, പൊതുവെ സെറ്റ് സാരി അങ്ങനെ നമ്മളിപ്പോൾ കാണാൻ പറ്റാറില്ലല്ലോ അധികം. ഓണത്തിന്റെ സമയത്ത് ഈ റീലില് കാണുന്നതല്ലാണ്ട് വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കേരളത്തിൽ കുറവാ. പിറവി ശരിയാ. ഇനിയും ഗ്ലോബലി ഒന്നും കൂടെ റീച്ച് കിട്ടണം എന്ന് ആഗ്രഹമുള്ളൊരു കേരള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പെർക്കഷൻ എന്തായിരിക്കും? ഇടയ്ക്ക കുറച്ചും കൂടി. പിന്നെ ഈ കേരളത്തിലെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഗ്ലോബലി അറിയപ്പെടണം എന്നാണ് ആഗ്രഹം. ഇടയ്ക്ക ആണെങ്കിലും മിഴാവാണെങ്കിലും കുറെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അത് വെച്ച് Okay, what's most South Indian thing about your band apart from music? Filter coffee, debates, lungi dance, etc. ഫുഡ് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ഫുഡ് തന്നെ ആയിരിക്കും. ഫുഡ് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. നമ്മളൊരിക്കൽ ഓസ്ട്രേലിയ ചെന്നപ്പോഴത്തേനും നമ്മളവിടുത്തെ ഫുഡ് പലയിടത്തും ചെല്ലുമ്പോഴത്തേനും അവിടുത്തെ ഫുഡൊക്കെ എക്സ്പെരിമെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പലയിടത്തെയും ഫുഡ് കഴിക്കും. പക്ഷെ ഒരു ദിവസം അവിടുത്തെ ഓർഗനൈസർ വേറെ ഗോവിന്ദ് പറഞ്ഞിട്ടാണോ ആരോ ഗോവിന്ദും ചെക്കയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കഞ്ഞി കൊണ്ടുവന്നത്. കഞ്ഞിയും പയറും കൊണ്ടുവന്നു. കഞ്ഞിയും പയറും കൊണ്ടുവന്നിട്ട് 4-5 ആൾക്കാർക്ക് കഴിക്കാൻ ഭക്ഷണം കിട്ടിയില്ല. കാരണം ഞങ്ങൾ കഴിച്ച് തീർത്ത് കളഞ്ഞത്. കുറേ വലിയ ചെമ്പിലാണ് കഞ്ഞി കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോഴത്തെ ആക്രാന്തം അപ്പം ഭക്ഷണം തന്നെ ആയിരിക്കും. അത് സൗത്ത് ഇന്ത്യൻ, ഇപ്പം നമ്മുടെ ബാൻഡിൽ സൗത്ത് ഇന്ത്യൻസ് അല്ലാത്തവരും ഉണ്ട് കേട്ടോ. അവർക്കും കഞ്ഞി ഭയങ്കര ഇഷ്ടം. ഈ ഹരം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സിനിമ പ്രോസസ്സിന്റെ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു കയസ് തന്നെയായിരുന്നു. അതിനുശേഷം വരുന്ന സിനിമ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഓഫേഴ്സ് എത്രത്തോളം ഉണ്ടായിരുന്നു? അയ്യോ, ഓഫേഴ്സ് 1-2 വന്നായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പേടി കാരണം നമ്മളത് വലുതായിട്ട് തലയിടാത്തതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു കെയോട്ടിക് ആയിട്ടുള്ളൊരു സംഭവം മാത്രമല്ല. ഇപ്പോൾ ടൈം ഒരു വലിയ ഇഷ്യൂ ആണ്. നമ്മൾ ഷോസ് ചെയ്യണതിൻ്റെ ഇടയിൽ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റുഡിയോയിൽ ഇരുന്ന് അതൊരു പ്രോസസ്സാണ്. അതിന് ആ പ്രോസസ്സിൽ കൂടെ തന്നെ പോകണം. നമ്മൾ വെറുതെ വാശി പിടിച്ചിട്ട് കാര്യമില്ല. ടൂറിങ്ങിൻ്റെ ഇടയിൽ അങ്ങനത്തെ പരിപാടികൾ നടക്കില്ല. അവരുടെ അടുത്ത് നമ്മൾ കാണിക്കുന്ന ഇൻഡസ്ട്രീസാണ്. അത് അവർ എക്സ്പെക്റ്റ് ചെയ്യണ സമയത്ത് ഒരു സംഭവം നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് ഹൗ ദിസ് വർക്ക്സ് അല്ലേ. അതിനൊരു പ്രശ്നമുണ്ട്. റോക്ക് സ്റ്റാർ പോലത്തെ സിനിമകൾ ബോളിവുഡിൽ അറിയപ്പെടുന്ന ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ റോക്ക് ഓൺ പോലത്തെ സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. തിങ്ക് ലൈക്ക് മലയാളത്തിൽ അത്രയും ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു കാസ്റ്റിനെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സിനിമ, ഒരു ബാൻഡ് സിനിമകൾ വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? സിനിമ ജസ്റ്റ് ലൈക്ക് എനി അതർ ആർട്ട് ഫോം. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ ദ സേക്ക് ഓഫ് സംതിങ് ഉണ്ടാക്കാനുള്ളൊരു കാര്യമല്ല. അതൊരു ഇവോൾവ് ചെയ്ത് വരാനുള്ളൊരു സംഭവമാണല്ലോ. അതിപ്പോൾ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ഒരാളുടെ തലയിൽ വന്നു, അയാൾക്ക് അങ്ങനത്തെ ഒരു കാസ്റ്റ് അങ്ങനെ ചെയ്യണം എന്ന് തോന്നി അതിൻ്റെ പിന്നിൽ നടന്നിട്ട് അങ്ങനത്തെ ഒരു സിനിമ വരുമ്പോഴേക്കും അതിലൊരു റൊമാൻസ് ഉണ്ട്. അല്ലാണ്ട് മലയാളത്തിന് റോക്ക് ഔട്ട് പോലത്തെ ഒരു സിനിമ വേണമെന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാൻസസ് ആർ, ഐ വുഡൻറ്റ് സേ 100%, ബട്ട് ചാൻസസ് ആർ നന്നാവാൻ സാധ്യത കുറവാണ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു കഥ ഉള്ളൊരു പടം വരികയാണെങ്കിൽ. അതെ. ഇതിൻ്റെ എവോൾവ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് അത് ഭയങ്കരമായിട്ട് എവോൾവ് ചെയ്യപ്പെടുന്നു. വേടൻ ഡാപ്സി പോലത്തെ ഇപ്പോൾ ആഫ്റ്റർ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ അവിയൽ തൈക്കുടം ബ്രിഡ്ജ് അകത്തിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി എടുത്ത് പറയുകയാണെങ്കിൽ വേടൻ ഡാപ്സി ബേബി ജീൻ പോലത്തെ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. ഹൗ ഡു യു സീ ദ ഇവോൾവ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഇൻ ഇൻഡസ്ട്രി, മലയാളം ഇൻഡസ്ട്രി? ഐ എം നോട്ട് ഗുഡ് അറ്റ് പ്രഡിക്ഷൻസ്. എനിക്ക് പറ്റൂ. കറന്റ് സിനാരിയോ അതിന്റെ ഒരു വലിയ കുഴപ്പമില്ല, നല്ലതാണല്ലോ. ഇപ്പോഴത്തെ പുതിയ പിള്ളേർ എന്താ പറയുക, ജെൻസി പിള്ളേരെ കുറച്ചും കൂടി ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എൻജോയ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു. നമ്മളെ നമഹയിലെ പാട്ടുകളൊക്കെ പുതിയ പിള്ളേർ, ജെൻസി പിള്ളേർ കൂടുതൽ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഈ പാട്ട് അടിപൊളിയാണ്, ആ പാട്ട് അതിൻ്റെ ബീജിയം അടിപൊളിയാണ്, അതിൻ്റെ സോളോ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട്
പക്ഷെ നമ്മളുടെ പ്രായത്തിലുള്ള ആൾക്കാർ ഇപ്പോഴും ഒരു ഫിലിം മ്യൂസിക്കിൽ തന്നെയാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും മാറ്റങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് റാപ്പ് മ്യൂസിക്കും ഒക്കെ കുറേ പടങ്ങളിലൊക്കെ വന്നതിന് ശേഷം കുറേശ്ശെ ഹിപ്ഹോപ്പ് ഇപ്പോൾ ഒരു മെയിൻ സ്ട്രീം ഇൻഡിപെൻഡൻസ് എന്ന് പറയാം ശരിക്കും ഹിപ്ഹോപ്പിൻ്റെ ഒക്കെ അല്ലേ. അതെ, നീരജ് മാധവും ഇവരും എല്ലാവരും ഒക്കെ അതെ, ഒരു എക്സ്പോഷർ കിട്ടുന്നുണ്ട് ഇപ്പോൾ നന്നായിട്ട്. ഇറ്റ്സ് ഗുഡ്. അല്ല, എനി ഫോം ഓഫ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഇസ് ഓൾവേസ് അത് ആവശ്യമുള്ളൊരു സംഭവമാണ്. കാരണം ഇപ്പോൾ സിനിമ പൊതുവെ ചെയ്യുമ്പോൾ അതൊരു അജണ്ട വെച്ച് ചെയ്യണ ഒരു സംഭവമാണല്ലോ. മോശമോ നല്ലതെന്നുള്ളതിൻ്റെ അല്ല, അതിലൊരു അജണ്ടയുണ്ട്. അവർ ആദ്യമേ ഇത് ഇന്ന ഓഡിയൻസിനുള്ളതാണ്, ഇത് ഇങ്ങനത്തെ രീതിയിലുള്ള സംഭവമാണ്, ഇതാണ് ഇതിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന സംഭവം. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഇസ് മോർ ഓർ ലെസ് ലൈക്ക് എൻ ഔട്ട് ഓഫ് ദ ബോക്സ് സംഭവമാണ്. കാരണം മെയിൻ സ്ട്രീമിൽ സ്ഥാനമില്ലാത്ത ഐഡിയാസ് ആയിരിക്കും പൊതുവെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലൂടെ പുറത്ത് വരുന്നുണ്ടാവുക. ഇപ്പോൾ നവരസം ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ പാട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ നവരസം, അല്ലെങ്കിൽ ഇപ്പോൾ ഫിഷ് റോക്ക്, ഇങ്ങനത്തെയൊക്കെ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു സിനിമാ സാഹചര്യത്തിൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വരാനൊക്കെ പറ്റും, ഇല്ല എന്നുള്ളത്. ആഫ്റ്റർ ഓൾ മലയാളം സിനിമ പയോനിയറും സ്പിയർ ഹെഡും ചെയ്യണ ഒരു സംഭവമാണ് ഇങ്ങനത്തെ ഔട്ട് ഓഫ് ദി ബോക്സ് ഐഡിയാസിൻ്റെ കാര്യത്തിൽ. പക്ഷേ എന്നാലും അവിടെയും അങ്ങനത്തെ ഒരു മാർക്കറ്റിലും ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് സ്പേസ് ഉണ്ട്. അതൊരു പ്രത്യേകതയാണ്. കാരണം എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നൗ ദാറ്റ് ടെക്നോളജിയുടെ ഹെൽപ്പ് വെച്ചിട്ട് ആർക്കും അവരുടെ വർക്ക് മുന്നോട്ട് ആൾക്കാരെ കേൾപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. അതും അത്യാവശ്യം ഒരു മിനിമം ക്വാളിറ്റിയിൽ പുറത്ത് കേൾപ്പിക്കാൻ പറ്റും. എനിക്കൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പണ്ട് എഡോബ് ഓഡീഷനിലൊക്കെ ഞാൻ ഗിറ്റാർ നമ്മൾ സിസ്റ്റത്തിൻ്റെ സാധാരണ ജാക്ക് തകരപ്പറമ്പിലൊക്കെ പോയിട്ട് ഞാൻ വെൽഡൊക്കെ ചെയ്യിപ്പിച്ചിട്ട് കേബിൾ കൊണ്ടുവന്നിട്ട് നോയ്സൊക്കെ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ പുറത്തൊരാളെ കേൾപ്പിക്കാൻ പോലും മടിയാണ്. കാരണം സോണിക്കലി ഇറ്റ്സ് വെരി ബാഡ്. ആ ഐഡിയ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. മര്യാദയ്ക്ക് ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് കാശ് ചിലവാക്കാണ്ട് നല്ലൊരു സാധനം ഇറക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ വിത്ത് ദ ലിബർട്ടി ആൻഡ് ഫ്രീഡം ഓഫ് യുവർ ഹോം സ്പേസ് യു ക്യാൻ മേക്ക് ഗുഡ് മ്യൂസിക്. അതായത് പുറത്ത് നമുക്ക് ഇപ്പോൾ സൈഡ് ബൈ സൈഡ് ഇപ്പോൾ ടൈലർ സ്വിഫ്റ്റിൻ്റെ ഒരു മലയാളം ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റിൻ്റെ പാട്ട് കേൾക്കുമ്പോഴേക്കും സോണിക്കലി ഒരു ലേമാനിന് രണ്ടും ഒരേപോലെ തോന്നുന്ന ക്വാളിറ്റിയിൽ ഇറക്കാൻ പറ്റുന്ന സമയമാണ് ഇപ്പോൾ. Last question, usage of AI in current scenario, especially in music, how do you see that? നീയാണ് കൂടുതൽ പ്രോഗ്രാം ചെയ്യണത്, ഞാൻ പ്രോഗ്രാമിംഗ് സൈഡ് ഒന്നും. അല്ല, നല്ലതാണ്. കുറേ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. നമുക്ക് റഫ് ഐഡിയ ഉണ്ടാക്കാനും, നമുക്ക് എപ്പോഴും ആർട്ടിസ്റ്റുകളെ കിട്ടില്ലല്ലോ. നമുക്കൊരു സ്ക്രാച്ച് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും. അതേപോലെ ചില ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമുക്ക് ചില AI ടൂൾ വെച്ചിട്ടൊക്കെ മോഡിഫൈ ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാം, അങ്ങനത്തെ പരിപാടിയൊക്കെ. ഓക്കെ. പിന്നെ ഏതൊരു ടെക്നോളജി വരുമ്പോഴത്തേക്കും ആദ്യം എല്ലാവരും ഒന്ന് പേടിക്കും. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നപ്പോഴത്തേനും മെഷീൻസ് ടേക്ക് ഓവർ ചെയ്യണമെന്നുള്ള ഒരു സംഭവം ഭയങ്കരമായിട്ട് വന്നായിരുന്നു. കമ്പ്യൂട്ടറൈസ്ഡ് കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും ഇതേപോലെ തന്നെ പേടി വന്നിട്ടുണ്ടായിരുന്നു. റോബോട്ടിക്സ് വന്നപ്പോഴത്തേനും. ഇപ്പം ഞാൻ ഈ അടുത്തെങ്ങാണ്ടോ കണ്ട ചൈനയിൽ ഏതൊരു കാർ മാനുഫാക്ചറിങ് ഡാർക്ക് ഫാക്ടറീസ് പോലുള്ളൊരു കോൺസെപ്റ്റ്. അതായത് അവിടെ ലൈറ്റ്സ് ഇല്ല, കാരണം ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ്. അപ്പോൾ അവിടെ ഹ്യൂമൻസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ ലൈറ്റ്സിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഐ എം സെയിങ് ദാറ്റ് ഇത് ഒരു ടൂളായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഹാർമോണിയസ്ലി കാര്യങ്ങൾ മുന്നോട്ട് പോകാം. പക്ഷേ ചില ആപ്പുകളൊക്കെ നമുക്ക് സുഖമായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകളുണ്ട്. സുനോ ഒക്കെ പോലത്തെ ആപ്പുകൾ ചുമ്മാ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് അത് സുഖമായിട്ട് പാട്ട് അങ്ങനെ ഉണ്ടാക്കാം. പക്ഷെ അതിന് നമ്മളെ മനുഷ്യന്മാർ ചെയ്യുന്നതിൻ്റെ ഒരു സോൾ ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. Alright, thank you so much guys for coming, and we Red FM and audience of Outside Story are equally curious and excited about your performance with this time Thaikudam Bridge. And എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? Come for the show, be a part of Outside Story, have a good time. Okay, അപ്പോൾ thank you so much once again. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും.